ആദില പുറത്തേക്ക് പോകും, ഇന്ന് ഫൈനൽ 5 ആണെങ്കിൽ ആദില പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ചത് കൊണ്ട് അനുമോൾ ടിഷ്യൂ പേപ്പറിലെങ്ങാണ്ട് ഈ PR-ന്റെ നമ്പരൊക്കെ എഴുതി കൊടുത്തിട്ട് പുറത്തു പോയി പൈസ കൊടുത്തിട്ട് നൂറയ്ക്ക് വേണ്ടി ഇടാനും, ഇവിടെ അക്ബറിനെ വന്ന ആൾക്കാർ കുറേ പേർ വെള്ള പൂശുന്നു അല്ലെങ്കിൽ അക്ബറിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു, അതിന് അക്ബറിന് നേരെ തിരിച്ചടിക്കാനുമായിട്ട് എന്ത് തരം താഴ്ന്ന പ്രവർത്തനങ്ങളാണ് ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഫൈനൽ 5 എന്ന് പറയുന്ന ഇതിൽ ആദിലെ വിളിച്ചു പറയുന്നു, ഞാൻ പോകുന്നതിന് മുമ്പ് തകർത്തെല്ലാം വിളിച്ചു പറഞ്ഞിട്ടേ പോകൂ. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഫൈനൽ 7 ആണ്, അതുകൊണ്ട് ആരും പുറത്തേക്ക് പോകുന്നില്ല. അതോടുകൂടി വിളിച്ചു പറയൽ പരിപാടി അവിടെ നിർത്തി. ഇത്രയും 7 സീസണുകളിൽ വെച്ചിട്ട് ഏറ്റവും നിലവാരം കുറഞ്ഞ ആക്രമണോത്സുകത മാത്രമുള്ള കരുണയോ ആർദ്രതയോ നന്മയോ സ്നേഹമോ സത്യസന്ധതയോ ധർമ്മനിഷ്ഠയോ ഒന്നും ഇല്ലാതെ പണത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇവരെ ഓർത്ത് എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ. ഇതിൽ നല്ലതുകൊണ്ട് ദെൻ ഉഡായിപ്പ് സൂത്രക്കാരുമുണ്ട്. പക്ഷെ ഇവരറിയാത്തൊരു കാര്യം, ഇവർക്ക് പലർക്കും ഇനി ഭാവിയിൽ ഈ പറയുന്ന PR-കാരുണ്ടാവില്ല, ഭാവിയിൽ ഇവർക്ക് ജനങ്ങളും ഉണ്ടാവില്ല. ഇവരിൽ പലരുടെ ലൈഫ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ് സത്യം. കാരണം ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ബോധവും വിവരവും സംസ്കാരമുള്ള ജനങ്ങൾക്ക് എല്ലാവരെയും മനസ്സിലായി കഴിഞ്ഞു. ഇത്രത്തോളം ആക്രമണം, ഏറ്റവും കൂടുതൽ ഇവർ ആക്രമണം നടത്തിയിരിക്കുന്നത് അടുക്കളയിലാണ്, ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. ഈ ആക്രമണത്തിലെല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ നേരത്തെ പറഞ്ഞ 2 PR-കാരുടെ ടീം ആൾക്കാർ പല രീതിയിലായിരുന്നു അന്യായമായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് ഭ്രാന്തൻ പരിപാടികളാണ് അവിടെ ഈ പറയുന്ന PR-ന്റെ ആൾക്കാരായിട്ടുള്ള മത്സരാർത്ഥികൾ പ്രവർത്തിച്ച് കാണിച്ചത്. നല്ല വ്യക്തികളാണ് എല്ലാവരും, ബേസിക്കലി നല്ല വ്യക്തികളാണ്. പക്ഷെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു ഷോയിൽ മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ബാത്റൂമിലിരുന്ന് നൂറ പറയുന്നു ഒരു എത്തിക്സ് ഉണ്ട്. അതാണ് ഞാനും പറഞ്ഞത്. ഒരു ഷോയിലൊരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് പാലിക്കാതെയാണ് മനീഷും അനുമോളും ഒക്കെ മുമ്പോട്ട് പോയിരിക്കുന്നത്. ബാക്കിയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്കാണ് പബ്ലിസിറ്റി, ഇവർക്കാണ് PR. ആർമി ഇവർക്കാണ് കൂടുതലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.